Good morning, all. Good morning, ma'am. Morning, ma'am. ഫാർമസി നോക്കിയ എല്ലാവരും മിസ് എടുത്ത ഭാഗം വരെ നോക്കിയാണ് തീരാറായില്ലേ ചാപ്റ്റർ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാം? ക്ലിയർ ആണോ? ഓക്കെ, മിസ് ബാക്കി എടുക്കാം അല്ലെ? നമുക്ക് ഒരു സെക്ഷനും കൂടി ഉള്ളൂ അല്ലെ? ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളും കൂടി അല്ലേ എടുക്കാനുള്ളൂ? ഓക്കെ, റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ പങ്ക്, റോള് അല്ലെ? അവരെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് ഫാർമസിയില്? ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ചല്ലോ. അപ്പൊ തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങള് നിറവേറ്റുക എന്നാണ്. ഫാർമസിയുമായി ബന്ധപ്പെട്ട് പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ലെ? തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് പോളിസികൾ ഫോം ചെയ്യേണ്ടി വരും അല്ലെ? ആണോ? ഫാർമസിയുമായി ബന്ധപ്പെട്ട ഡിസിഷനുകൾ തീരുമാനിക്കുന്നത് ആരാ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ് അല്ലെ? അപ്പൊ ആ തെറാപ്യൂട്ടിക് കമ്മിറ്റികള് എടുക്കുന്ന തീരുമാനങ്ങള് നിറവേറ്റുക, ഫാർമസിയിൽ പ്രാവർത്തികമാക്കുക. ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽ ടു സെപ്പറേറ്റ് ഏരിയാസ്. എന്താണ്? ഡ്രഗ്സുകള് വിതരണം ചെയ്യുക, ഡിസ്പെൻസിങ് ചെയ്യുക. ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. എന്താണ്? നമ്മ പറഞ്ഞു കെമിക്കൽസ് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കണം അല്ലെ? ഇല്ലേ? ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ? സ്റ്റോറേജിൽ പറഞ്ഞില്ലേ നമ്മ? അപ്പൊ കെമിക്കൽ പ്രോഡക്ട്സുകള്, രാസവസ്തുക്കള് വേറെയും ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകള്, നമ്മുടെ മെഡിസിനുകൾ, അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകള് സെപ്പറേറ്റ് ചെയ്ത് വേർതിരിച്ച് വേറെ വേറെ ഏരിയകളില് സൂക്ഷിക്കുക. മെയിൻ്റെനൻസ് ഓഫ് എക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സുകൾ. എമർജൻസി ഡ്രഗ്സുകളും ആന്റിഡോട്ട്സുകളും ആവശ്യമുള്ള അളവിന് സ്റ്റോക്ക് ചെയ്യുക, സ്റ്റോക്ക് നിലനിർത്തുക. ആന്റിഡോട്ട്സുകൾ എന്ന് പറഞ്ഞാല് നമ്മ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാല്, ആന്റിബയോട്ടിക്സുകളാ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കൂലേ, അലർജി പ്രോബ്ലംസ് ഉണ്ടാക്കൂലേ, അതിന് മറുമരുന്നായി യൂസ് ചെയ്യുന്നതാണ് ആന്റിഡോട്ട്സ്. ക്ലിയർ ആയോ? നമ്മ ഏതെങ്കിലും ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജി അതല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമ്മ പ്രതിവിധിയായി മറുമരുന്നായി യൂസ് ചെയ്യില്ലേ മരുന്നുകൾ? ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനുകൾ ആവാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളെയാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആന്റിഡോട്ട്സുകള്, എമർജൻസി ഡ്രഗ്സുകളൊക്കെ എക്സെപ്റ്റഡ് സ്റ്റോക്ക്, അവർക്ക് ആവശ്യമായ അളവില് സ്റ്റോക്ക് സംഭരിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഡിസ്പെൻസിങ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. എന്താണ്? നർക്കോട്ടിക് ഡ്രഗ്സുകള് ഡിസ്പെൻസ് ചെയ്യുകയും വിതരണം ചെയ്യുകയും അത് അക്കൗണ്ട് ചെയ്യുക അല്ലെ? അത് കണക്കെടുക്കുക. നമ്മ പറഞ്ഞു അല്ലെ? നർക്കോട്ടിക് ഡ്രഗ്സുകൾ പറഞ്ഞപ്പോ മിസ് പറഞ്ഞില്ലേ, ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷനിലെ വ്യക്തികളായിരിക്കും, പർട്ടിക്കുലർ വ്യക്തികളായിരിക്കും ആ നർക്കോട്ടിക് ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നത് അല്ലെ? അതെന്താണ്? തെഫ്റ്റ് അല്ലെ? മോഷണമൊന്നുമില്ല, മോഷണത്തെ തടയുന്നതിന് വേണ്ടിയിട്ട്
സെപ്പറേറ്റ് ആളുകളായിരിക്കും സൂക്ഷിക്കുന്നത്. അപ്പൊ ആ നമ്മുടെ നർക്കോട്ടിക് ഡ്രഗ്സുകൾ വിതരണം ചെയ്യുകയും അതിന്റെ കണക്കെടുപ്പ് അത് എത്രത്തോളം ഉണ്ട്, എത്ര എണ്ണം വിറ്റുപോയിട്ടുണ്ട്, അങ്ങനെയുള്ള കണക്കെടുപ്പ് സൂക്ഷിക്കുകയും ചെയ്യുക. ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ്, പല ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ, ട്രിപ്പ് ഉണ്ട്, ആന്റിബയോട്ടിക്സുകൾ ഉണ്ട്, സോഡിയം അല്ലെ. ഫ്ലൂയിഡുകൾ ഫാർമസിയിൽ സൂക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. എന്തൊക്കെ ഓക്കെ. അങ്ങനെയുള്ള വേരിയസ് ഫ്ലൂയിഡ്സുകള്, പല ഫ്ലൂയിഡുകൾ എന്താണ് നമുക്കറിയാം, ട്രിപ്പ് ഉണ്ട്, ആന്റിബയോട്ടിക്സുകൾ ഉണ്ട്, സോഡിയം ഉണ്ട്, അങ്ങനെയുള്ള ഫ്ലൂയിഡുകള് ഡെസിഗ്നേഷൻ എന്നാൽ ക്ലാസിഫൈ ചെയ്ത് ലേബൽ ചെയ്ത് തരം തിരിച്ച് സൂക്ഷിക്കുന്നതിനാണ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? തരം തിരിച്ച് സൂക്ഷിക്കുക. വേരിയസ് ഫ്ലൂയിഡ്സുകൾ, ഓരോ ഫ്ലൂയിഡുകളും ഓരോ സെപ്പറേറ്റ് ഏരിയയിൽ തരം തിരിച്ച് സൂക്ഷിക്കുക. സ്ക്രൂട്ടിനിറ്റി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ് ഓഫ് യൂസ്, ഓരോ മെഡിസിനുകളെയും നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യല്ലേ, പല അസുഖങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യില്ലേ. ഇപ്പൊ പാരസെറ്റാമോൾ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പാരസെറ്റാമോൾ തന്നെ അറിയാം അല്ലെ, നമ്മൾ തലവേദനയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ബോഡി പെയിൻ യൂസ് ചെയ്യുന്നുണ്ട്, പനിക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഓരോ മെഡിസിനുകളുടെയും വേരിയസ് പോയിന്റ് പല ഫീവറിന് യൂസ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള സ്ക്രൂട്ടിനിറ്റി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തുക. പ്രിപ്പറേഷൻ ഓഫ് ഇന്റന്റ് നമ്മൾ പറഞ്ഞല്ലോ, അവർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള അല്ലെ, മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു ഔദ്യോഗിക ഓർഡർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നതിനുള്ള ഒരു ഔദ്യോഗിക ഓർഡർ ആണ് ഇന്റന്റ്, റിക്വസിഷൻ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഇന്റന്റുകള് പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക. ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുക, അനുവദിച്ചു എന്തിനു വേണ്ടി? പേയ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ. നെക്സ്റ്റ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാല് ചരക്ക് പട്ടിക, സ്റ്റോക്ക്, അവിടെ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഇൻവെന്ററി കൺട്രോൾ, അതൊക്കെ സൂക്ഷിക്കുക, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. സ്റ്റോർസിലെ, അതായത് ഫാർമസി സ്റ്റോറിലെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, കറക്റ്റ് രീതിയിൽ സ്റ്റോക്ക് ചെയ്യുക, ആവശ്യത്തിന് വേണ്ട മരുന്നുകൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോറിലെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ലെഡ്ജർ ആൻഡ് അക്കൗണ്ട്സ്, ലെഡ്ജർ ആൻഡ് റെക്കോർഡ്സുകൾ നമ്മ പറഞ്ഞു, ഫാർമസിയിൽ പല റെക്കോർഡ്സുകളും ലെഡ്ജേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. സ്റ്റോക്ക് ലെഡ്ജർ, ആന്റിബയോട്ടിക് പോളിസി ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ലെഡ്ജേഴ്സും റെക്കോർഡ്സുകളും സൂക്ഷിക്കുക. നെക്സ്റ്റ് പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. എന്താണ്? ഫാർമസിയിലേക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുക. നമ്മൾ പറഞ്ഞു ഫാർമസിയിൽ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കേണ്ട മെഡിസിനുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാണ്ടായാലോ ആ മരുന്നുകൾ കേടായി പോകും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ ഫാർമസിയിലേക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉറപ്പുവരുത്തുക. സ്ക്രൂട്ടിനിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ്? സൂക്ഷ്മ പരിശോധനയും ക്വാളിറ്റി കൺട്രോളും, ഗുണനിലവാരം ഉറപ്പുവരുത്തലും. ഇതാണ് ഫാർമസിയിൽ വിൽക്കുന്ന മെഡിസിനുകൾ അല്ലെങ്കിൽ ഫ്ലൂയിഡുകളാവാം. ഫാർമസിയിൽ വിൽക്കുന്ന സാധനങ്ങള് സ്ക്രൂട്ടിനിറ്റി, സൂക്ഷ്മ പരിശോധന, കറക്റ്റ് ഉണ്ടോ, ക്വാണ്ടിറ്റി ഉണ്ടോ, കറക്റ്റ് ക്വാളിറ്റി ഉണ്ടോ, കറക്റ്റ് സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങള് സൂക്ഷ്മ പരിശോധന നടത്തുകയും ക്വാളിറ്റി കൺട്രോൾ, ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. എന്താണ്? പുതുതായി വരുന്ന ഫാർമസിസ്റ്റുകൾക്ക് അതല്ലെങ്കിൽ അവിടെയുള്ള ഫാർമസിസ്റ്റുകൾക്ക് എന്താണ്? ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് നൽകുക അല്ലെ. മരുന്നുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ വിതരണത്തെ കുറിച്ച് അല്ലെ, അത് കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ നൽകുക. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. ഫാർമസിയിലെ മരുന്നുകളുടെ ഉപയോഗ റിപ്പോർട്ട് തയ്യാറാക്കുക. യൂട്ടിലൈസേഷൻ
ഉപയോഗ റിപ്പോർട്ട് തയ്യാറാക്കുക. പേഷ്യന്റ് എഡ്യൂക്കേഷൻ, ഇതിനെ കുറിച്ചാണ്, മെഡിസിനുകളെ കുറിച്ച് അല്ലെ. അപ്പൊ അവർക്ക് എഴുതി കൊടുക്കുന്ന ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന മരുന്നുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ മേടിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരൂലേ, ഈ മരുന്ന് ഇന്ന സമയത്താണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. പിന്നെ എന്ത് പറഞ്ഞാലും നമ്മ ചോദിക്കാറുണ്ട്, ഈ മരുന്ന് എന്തിനാണ് 3-5 ഗുളിക എഴുതി തരുന്നാല് നമ്മ ചോദിക്കാറുണ്ടല്ലേ, ഈ മെഡിസിനെ നമ്മ പുതിയതായിട്ട് ഗുളികകളൊക്കെ എഴുതി തരുമ്പോ നമ്മ ചോദിക്കാറുണ്ട്, ഈ മെഡിസിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ ചോദിക്കാറില്ലേ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞു, ഇൻസുലിൻ അതെല്ലാം ഇഞ്ചക്ഷൻ ഒക്കെ പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്ന പേഷ്യൻസിന് പേടി ഉണ്ടായിരിക്കും അല്ലെ. അത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച്, എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചൊക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ എഡ്യൂക്കേഷൻ, പേഷ്യൻസിന് എഡ്യൂക്കേഷൻ നൽകുക. ക്ലിയർ ആയോ? അത് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഓക്കെ, ഈ ചാപ്റ്റർ മിസ് എടുത്ത 7th പോയിന്റ്. ഓക്കെ, preparation of indents, issue and receipt voucher. സെക്കൻഡ് പോയിന്റ് മിസ് പറഞ്ഞുതരാം. പ്രിപ്പറേഷൻ ഓഫ് ഇൻഡന്റ് എന്ന് പറഞ്ഞാല്, മിസ് ഇൻഡന്റ് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. ഇൻഡന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഫാർമസിയിൽ സപ്ലൈ ചെയ്യുന്നതിനും ഓർഡർ ചെയ്യുന്നതിനുമുള്ള ഒരു ഔദ്യോഗിക റിക്വസിഷനെ, അഭ്യർത്ഥനയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ മെഡിസിൻ നമുക്ക് ഓർഡർ ചെയ്യണം, ഏതൊക്കെ മെഡിസിനുകൾ നമുക്ക് സപ്ലൈ ചെയ്യാനുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ഫോർമൽ ആയിട്ടുള്ള ഓർഡർ, അങ്ങനെയുള്ള ഇൻഡന്റുകളെ തയ്യാറാക്കുക, പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ്, റെസിപ്റ്റ് വൗച്ചർ. ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. നമുക്ക് പേയ്മെന്റ് നടത്തണ്ടേ, നമ്മ വാങ്ങുന്ന സപ്ലയേഴ്സിന് പേയ്മെന്റ് നടത്തണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേയ്മെന്റുകൾ, റെസിപ്റ്റ് വൗച്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, അനുവദിച്ച് നൽകുക. 7th പോയിന്റ് ചോദിച്ചിരിക്കും, മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ഫുൾ ആന്റിഡോട്ടുകൾ ഒന്നുകൂടെ പറയാം മിസ്. ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നിറവേറ്റുക. ഇപ്പൊ നമ്മ പറഞ്ഞു, ഒരു മിനിറ്റ്, ഇവിടെ കണ്ടോ ഫങ്ഷൻസ് അല്ലെ, തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പൊ ഒരു തെറാപ്യൂട്ടിക് കമ്മിറ്റി നമ്മുടെ ഫാർമസിയെ കുറിച്ച് പല തീരുമാനങ്ങൾ എടുക്കും അല്ലെ. അവരല്ലേ ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഫണ്ട് അനുവദിക്കാം അല്ലെ, ഫണ്ടിനെ കുറിച്ചുള്ള തീരുമാനങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ മരുന്നുകൾ, ഏതൊക്കെ മരുന്നുകള് സപ്ലൈ ചെയ്യണം, പുതുതായി ഏതൊക്കെ മരുന്നുകള് ഫാർമസിയിൽ സ്റ്റോർ ചെയ്യണം അല്ലെ, അങ്ങനെയുള്ള തീരുമാനങ്ങളായിരിക്കാം. അപ്പൊ തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുക, ഫാർമസിയിൽ പ്രാവർത്തികമാക്കുക. അത് മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കണ്ടേ. ഇപ്പൊ ഒരു സ്കൂളിലാണെങ്കിൽ അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ, പ്രൈവറ്റ് സ്കൂളുകളിൽ ഒരു മാനേജ്മെന്റ് ഉണ്ടാവില്ലേ, ഉണ്ടാവോ? ഉണ്ടാവും. അപ്പൊ അവരൊരു ഡിസിഷൻ എടുക്കാണ്, സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവര് ആദ്യമായിരിക്കും അറിയിക്കുന്നത് മാനേജ്മെന്റ്, പ്രിൻസിപ്പളിനല്ലേ. ചിലപ്പോ അവിടുത്തെ വർക്കിംഗ് ടൈംസിലാവാം, അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ കുറിച്ചാവാം, അതല്ലെങ്കിൽ അവിടുത്തെ സിലബസിനെ കുറിച്ചാവാം അല്ലെ. അപ്പൊ അത് ആരെയായിരിക്കും ആദ്യം അറിയിക്കുന്നത്? പ്രിൻസിപ്പളിനെ ആയിരിക്കും. ആ പ്രിൻസിപ്പൾ അല്ലേ ടീച്ചേഴ്സിന് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? അതേപോലെ ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ്? മറ്റുള്ള ഫാർമസിസ്റ്റുകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ഫാർമസിയിലെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ. നെക്സ്റ്റ്, ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്. ഡ്രഗ്സുകള് ഡിസ്പെൻസിങ്, വിതരണത്തിന് വേണ്ടി വെക്കണ്ടേ നമുക്ക് സ്റ്റോറുകളില്. അങ്ങനെയുള്ള
ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സുകൾ, വിതരണത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ സ്റ്റോർ ചെയ്യുക, അതിനുവേണ്ടി ഇൻസ്ട്രക്ഷൻസ് നൽകുക. പിന്നെ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽ എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കളാണ് അല്ലെ. നമ്മൾ ചിലപ്പോ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാകാം, അതല്ലെങ്കിൽ മെഡിസിനുകൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആവാം അല്ലെ. പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. അപ്പൊ കെമിക്കൽസും ഫാർമസി പ്രോഡക്ട്സുകളും, മരുന്നുകള്, ഇഞ്ചക്ഷൻ, എന്താണ് സിറപ്പുകള്, അങ്ങനെയുള്ള ഫാർമസിയുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സുകളും കെമിക്കൽസും സെപ്പറേറ്റ് ചെയ്ത് തരം തിരിച്ച് ഓരോ ഏരിയകളില് സൂക്ഷിക്കുക. ക്ലിയർ ആയോ? പിന്നെ മെയിൻ്റെനൻസ്, ഡിസ്പെൻസിംഗ്, വിതരണത്തിന് വെക്കുന്ന മരുന്നുകള്. Next, maintenance of accepted stock of emergency drugs and antidotes. Antidotes, emergency drugs, അവർക്ക് വിതരണത്തിന് ആവശ്യമായ സ്റ്റോക്കുകൾ നിലനിർത്തുക. ആന്റിഡോട്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ അല്ലെങ്കിൽ അലർജി ഉണ്ടാവാറില്ലേ? ആന്റിബയോട്ടിക്സുകൾ, അതല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോ അപ്പൊ അതിന് മറുമരുന്നായി, പ്രതിവിധിയായി നമുക്ക് കഴിക്കുന്ന മരുന്നുകളാണ് ആന്റിഡോട്സുകൾ. അങ്ങനെയുള്ള മരുന്നുകള്. എമർജൻസി ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ബ്ലീഡിംഗ് ആയി കൊണ്ടുവരുന്ന പേഷ്യൻസ്, അതല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ ഭയങ്കരമായ അബ്ഡോമിൻ പെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന, അപ്പൊ അവർക്ക് എന്താണ് എമർജൻസി മെഡിസിനുകൾ കൊടുക്കും അല്ലെ. ചിലപ്പോ ഇഞ്ചക്ഷൻ ആവാം, മെഡിസിൻ ആകാം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകള് ആവശ്യമായ രീതിയിൽ, ആവശ്യമായ അളവില് മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ഫാർമസിയിൽ സ്റ്റോക്ക് ഒന്നും കുറഞ്ഞു പോവാത്ത രീതിയിൽ നിലനിർത്തുക. ക്ലിയർ ആയോ? ഇനി ഉണ്ടോ ഡൗട്ട്സ് ഏതെങ്കിലും അതില്ല? ഇത് ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയേ, നിങ്ങൾ ഒന്ന് ഫസ്റ്റ് മുതൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയേ. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ നോക്കിയേ. 5th വൺ. ഡെസിഗ്നേഷൻ ഓഫ് വേരിയസ് ഫ്ലൂയിഡ്സ്. വേരിയസ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഹോസ്പിറ്റലിൽ പല ഫ്ലൂയിഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സോഡിയം ഉണ്ട് അല്ലെ, ആന്റിബയോട്ടിക്സുകൾ ഉണ്ട്, ട്രിപ്പ് ഉണ്ട് അല്ലെ, ഗ്ലൂക്കോസ് ഉണ്ട് അല്ലെ. പല ഫ്ലൂയിഡുകൾ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഫ്ലൂയിഡുകൾ തരം തിരിച്ച് സൂക്ഷിക്കുക, ഓരോ ഏരിയയില് സൂക്ഷിക്കുക. ക്ലാസിഫൈ ചെയ്ത്, ലേബൽ ചെയ്ത്, സ്പെസിഫിക്കേഷൻ കൊടുത്ത് ഇന്ന ഫ്ലൂയിഡ് ആണ്, അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് കൊടുത്ത് സൂക്ഷിക്കുക. ക്ലിയർ ആയോ അത്? ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എടുക്കാം. ഹോസ്പിറ്റൽ ഫോർമുലറി. ഓക്കെ, hospital formulary. No hospital pharmacy can perhaps stock every medication that its concerned doctor may want to prescribe for their patients who are hospitalized. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ചെന്ന് കഴിഞ്ഞാല് അവരെഴുതി തരുന്ന, ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ എഴുതി തരുന്ന എല്ലാ മരുന്നുകളും നമുക്ക് കിട്ടാറുണ്ടോ എല്ലായ്പ്പോഴും? കിട്ടാറുണ്ടോ? ഇല്ല അല്ലെ. അതാണ് അവിടെ പറഞ്ഞത്. എന്താണ് ഒരു ഹോസ്പിറ്റൽ, നോ ഹോസ്പിറ്റൽസ്, ഒരു ഹോസ്പിറ്റലിനും അവിടുത്തെ കൺസേൺ ഡോക്ടർ നമ്മൾ നോക്കുന്ന, നമ്മൾ ഏത് ഡോക്ടറാണോ കാണുന്നത് ആ ഡോക്ടർ എഴുതി കൊടുക്കുന്ന എല്ലാ മെഡിസിനുകളും ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഇപ്പൊ കൂടുതലായിട്ട് സ്കിന്നുമായി ബന്ധപ്പെട്ട
അസുഖങ്ങളായിട്ട് പോകുന്ന അവർക്കായിരിക്കും അല്ലേ? അവിടെ മിക്ക മരുന്നുകൾ അവിടെ നിന്ന് കിട്ടുക. സ്ക്രൂട്ടിനിറ്റി മീൻസ് സൂക്ഷ്മ പരിശോധന. റെക്കോർഡ്സിലല്ലേ? ഡെനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. എന്താണ് ഡെനൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദുരാരോപണം. ദുരാരോപണം ചുമത്തപ്പെട്ട കൺസ്യൂമബിൾസിന്റെയും നോൺ കൺസ്യൂമബിൾസിന്റെയും വിവരങ്ങള് എഴുതി രേഖപ്പെടുത്തിയ റെക്കോർഡ്. വേറെ ഏതാണ്? റേഡിയോ ഐസോട്ടോപ്പുകൾ അല്ലെ? മെഡിക്കേഷൻസ് മീൻസ് മരുന്നുകൾ തന്നെയാണ് മെഡിക്കേഷൻ. ഏതാണ് ചോദിച്ചത് ഇപ്പൊ? ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ? ഇൻഫ്രാസ്ട്രക്ചറിൽ ഏതാണ്? 10th പോയിന്റ്. ഓക്കെ. റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. IPD മീൻസ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എടുത്താലേ നിങ്ങൾക്ക് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുന്ന ഏരിയ ഇല്ലേ? പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ഏരിയ. വാർഡാവാം, റൂമുകളാവാം. ആഫ്റ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. Radioisotope storage and dispensing area, an unsteady form of chemical elements that release radiation. എന്താണ്? ഒരു സ്ഥിരതയില്ലാത്ത കെമിക്കൽ എലമെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്ന? മൂലകത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേഷൻ പുറപ്പെടുവിച്ചിങ്ങാണിട്ട് അത് വിഘടിച്ച് റേഡിയേഷൻ പുറപ്പെടുവിച്ചിങ്ങാണിട്ട് അത് സ്ഥിരത കൈവരിക്കുന്നുണ്ട്. നമ്മ റേഡിയേഷൻ നടത്തില്ലേ? കീമോ റേഡിയേഷൻ പ്രോസസ്സുകൾ നടത്തില്ലേ? അതെന്ത് വെച്ചിട്ടാണ്? ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് റേഡിയേഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ അതെന്തെന്ത് ചെയ്യുന്നുണ്ട്? അതിന് സ്ഥിരതയില്ലാത്ത മൂലകം. കാർബൺ മൂലകമില്ലേ? കാർബൺ മൂലകം. കാർബൺ മൂലകത്തിന്റെ 2 ഐസോട്ടോപ്പുകളാണ് കാർബൺ 14ഉം കാർബൺ 16ഉം. അതിൽ കാർബൺ 14 എന്ന് പറഞ്ഞത് റേഡിയോ ഐസോട്ടോപ്പ് അല്ല, പക്ഷെ കാർബൺ 16 റേഡിയോ ഐസോട്ടോപ്പ് ആണ്. അതിൽ നിന്ന് എന്ത് പുറപ്പെടുവിക്കുന്നുണ്ട്? റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് പറയാം. ഒരു അൺസ്റ്റഡി ആയിട്ടുള്ള ഒരു സ്ഥിരതയില്ലാത്ത മൂലകത്തിൽ നിന്ന് മൂലകം വിഘടിച്ചിങ്ങാണിട്ട് അതിന് സ്ഥിരത കൈവരിച്ച് അതിൽ നിന്ന് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇൻ മെഡിസിനുകളില് അതായത് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് they are used in imaging test and in treatment. അതെന്ത് ചെയ്യുന്നു? ഇമേജിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടില്ലേ? നമ്മൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട്, കൂടാതെ എന്തിനു വേണ്ടിയിട്ട്? ട്രീറ്റ്മെന്റിന് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ റേഡിയോ ഐസോട്ടോപ്പ് ഷുഡ് ബി. അപ്പൊ എന്താണ്? ഈ റേഡിയോ ഐസോട്ടോപ്പുകള് നമ്മൾ കറക്റ്റ് രീതിയിലല്ല സ്റ്റോർ ചെയ്തതെങ്കിൽ എന്ത് പറ്റും? അത് വിഘടിച്ചിട്ട് റേഡിയേഷൻ പുറപ്പെടുവിക്കും അല്ലേ? ആ റേഡിയേഷൻ ഇപ്പൊ എന്താണ്? കീമോ ചെയ്യുന്ന പേഷ്യൻസ് അതല്ലെങ്കിൽ ക്യാൻസർ റിലേറ്റഡ് പേഷ്യൻസിന് ആ റേഡിയേഷൻ അടിക്കുന്നത് കൊണ്ട് അല്ലെ, അവരെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടായിരിക്കും റേഡിയേഷൻ അടിപ്പിക്കുന്നത്. അല്ലാത്ത നോർമൽ പീപ്പിൾസിന് റേഡിയേഷൻ അടിക്കുന്നത് നല്ലതാണോ?
അവരുടെ ശരീരത്തിലേക്ക് റേഡിയേഷൻ അടിക്കുന്ന ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ റേഡിയേഷൻ ഐസോട്ടോപ്പുകൾ ട്രീറ്റ്മെന്റിനായോ അതല്ലെങ്കിൽ ഇമേജിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. All radio isotopes should be stored in a secure arc when they are not used. എന്താണ് അത് യൂസ് ചെയ്യുന്ന റേഡിയോ ഐസോട്ടോപ്പുകളെ സെക്യൂർ ആയിട്ട് സുരക്ഷിതമായി സൂക്ഷിക്കുക. ആൻഡ് when they are not in use, നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഐസോട്ടോപ്പുകളെ സുരക്ഷിതമായി സൂക്ഷിക്കുക. If they are stored in laboratory, the lab must be locked. When they are not in use, നമ്മൾ ലാബിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അപ്പൊ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ലാബ് എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. If the isotope is stored in refrigerator or freezer, റേഡിയോ ഐസോട്ടോപ്പ് നമ്മൾ റെഫ്രിജറേറ്ററിലാണ് അതല്ലെങ്കിൽ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ ആ റെഫ്രിജറേറ്ററും ഫ്രീസറും നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് മസ്റ്റ് ബി ലോക്കഡ്, തീർച്ചയായിട്ടും നിർബന്ധമായും സ്റ്റോപ്പ് ചെയ്യണം. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ പറയാറില്ലേ, സ്കാനിങ്ങിന് നമ്മ ആരെങ്കിലും കൂടെ ചെല്ലുമ്പോ അവിടെ ഉള്ളവർ ചോദിക്കാറുണ്ട് പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്കാനിങ്ങിന് ചെല്ലുമ്പോ ചോദിക്കാറില്ലേ? അല്ലേ? എന്തുകൊണ്ടാണത്? റേഡിയേഷൻ അടിക്കണ കാരണം അല്ലേ? അപ്പൊ അതെന്താണ്, നമുക്കൊരു ഡേഞ്ചർ ആണ് അല്ലെ, ഒരു റിസ്ക് ആണ് ആ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള റേഡിയോ ഐസോട്ടോപ്പുകള് സുരക്ഷിതമായി സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കുക. ക്ലിയർ ആയോ അത്? ഇനി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ചാപ്റ്റർ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. പ്ലോട്ട് ചാർട്ട് ചോദിക്കാം. ചിലത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആരായിരിക്കും, ഹെഡ് ഓഫ് ദി ഫാർമസി ആരായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടറുടെ അണ്ടറിൽ ആരാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. ക്ലിയർ ആയില്ലേ ഈ ചാപ്റ്റർ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS, അതെന്തത്? എന്തേ ഇന്ത്യൻ്റെ ആണോ? മറ്റേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താ? അഭിരാമി അല്ലേ ചോദിച്ചത്? ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ എടുത്തോട്ടെ മിസ്. ഈ ചാപ്റ്റർ ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് മിസ് പറഞ്ഞിരുന്നില്ലേ, ഏതാണ് ചാപ്റ്റർ 9, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാല് മീനിങ് എന്താ? ആർജിക്കുക അല്ലെ, ലഭിക്കുക അല്ലെ? അക്വയർഡ് ആർജിക്കുക അല്ലെങ്കിൽ ലഭിക്കുക എന്നൊക്കെ പറയും. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷൻ അല്ലെ? HAI എന്നാണ് കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ HAI ചോദിക്കാട്ടോ. എക്സ്പാൻഡഡ് ഫോം ഓഫ് HAI. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. A hospital acquired infection is also known as nosocomial infection.
ഹോസ്പിറ്റൽ അറ്റയോട് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ആർജിക്കുന്ന ഇൻഫെക്ഷനെ നമ്മൾ എന്തുകൂടി പറയുന്നുണ്ട്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നും പറയുന്നുണ്ട്. ദ വേർഡ് നോസോകോമിയൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് നോസോകോമിയൻ. നോസോകോമിയൽ എന്നുള്ള വേർഡ് വാക്ക് ഉരുത്തിരിഞ്ഞു ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഉണ്ടായത് എന്തിൽ നിന്നാണ്? ലാറ്റിൻ വേർഡായ നോസോകോമിയനിൽ നിന്നുമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. നോസോകോമിയൽ എന്നുള്ള വേർഡ് ഉത്ഭവിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഉണ്ടായത് ലാറ്റിൻ വേർഡായ നോസോകോമിയനിൽ നിന്നുമാണ്. നോസോകോമിയന്റെ അർത്ഥം എന്താണ്? ഹോസ്പിറ്റൽ. അപ്പൊ ആ വേർഡിന്റെ അർത്ഥം ഒന്ന് നോക്കിയേ. നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ അല്ലേ? എങ്ങനെയായില്ലേ ആ പേര്? Okay. Is an infection that occurred in a hospital or other healthcare facilities. It is also called healthcare associated infection. നമുക്ക് ഈ ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല ലഭിക്കുന്നത്, അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും മറ്റ് ആരോഗ്യ സൗകര്യങ്ങളിൽ നിന്നും ആരോഗ്യ സേവന സൗകര്യങ്ങളിൽ നിന്നും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും നമുക്ക് ഈ ഇൻഫെക്ഷൻസ് ഈ അണുബാധ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരും കൂടിയും പറയുന്നുണ്ട്. എന്താണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പൊ 3 പേരായില്ലേ? ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ക്ലിയർ ആയോ അത്രയും ഭാഗം? Okay. Such an infection may be acquired. ഈ ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് എവിടെ നിന്നൊക്കെയാണ് അക്വയേർഡ് ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്നത്? മേ ബി അക്വയേർഡ് ലഭിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, റീഹാബിലിറ്റേഷൻ പുനരധിവാസ കേന്ദ്രങ്ങളിൽ നിന്ന്. നമ്മൾ ഫിസിയോതെറാപ്പി ഇല്ലേ, റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാല് ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ നടത്തില്ലേ? അതാണ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. പുനരധിവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നഴ്സിംഗ് ഹോമുകൾ അല്ലെ, നഴ്സിംഗ് ഹോമുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ, ജസ്റ്റ് ഔട്ട് പേഷ്യന്റ് ഫെസിലിറ്റീസ് മാത്രമുള്ള അല്ലെ, ജസ്റ്റ് ഡോക്ടറെ കാണാം, ചെക്കപ്പ് നടത്താം, മരുന്നുകൾ എഴുതിത്തരാം, പോരാ. അങ്ങനെയുള്ള ഔട്ട് പേഷ്യൻസ് ഫെസിലിറ്റീസ് മാത്രമുള്ള ക്ലിനിക്കുകൾ ഉണ്ട് അല്ലെ? നമ്മുടെ വീടുകളുടെ അടുത്തില്ലേ ക്ലിനിക്കുകൾ, ചെറിയ ചെറിയ ക്ലിനിക്കുകൾ. അങ്ങനെയുള്ള ഔട്ട് പേഷ്യന്റ് ഫെസിലിറ്റീസ് ക്ലിനിക്കുകളിൽ നിന്ന് ഈ അസുഖം നമുക്ക് വരുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് ലബോറട്ടറികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്, മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നൊക്കെ നമുക്ക് ഈ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് ലഭിക്കുന്നു. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. സോറി, അതിന്റെ ഇടയിൽ ഒരു സെന്റൻസ് വിട്ടുപോയി. Infection is spread to the affected patients in the clinical setting by many means. എന്താണ് ഈ ഇൻഫെക്ഷൻസ് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആ പേഷ്യൻസിന്, ആ ഇൻഫെക്ഷൻ വരുന്ന ആൾക്ക് പല രീതിയിൽ അല്ലെ, മെനി മീൻസ് പല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഇൻഫെക്ഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഒരു ഇൻഫെക്ഷൻസ് ഒരാൾക്ക് ലഭിക്കുന്നത്? എങ്ങനെയൊക്കെ ലഭിക്കാം? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്ങനെയൊക്കെ ലഭിക്കാം? കൊറോണയുമായി ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞേ. എയറിൽ കൂടി അല്ലെ, ടച്ച്, കോണ്ടാക്റ്റിൽ കൂടി വരാം. കോണ്ടാക്റ്റിൽ കൂടി വരാം, ടച്ച്. പിന്നെ അടുത്തിരിക്കുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട്, ടച്ച്, എയർ, കോണ്ടാക്ട്. അതായത് മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം അല്ലെ, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. ബെഡ് അല്ലെ, എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട്സ്
നമ്മ തൊടുന്നത് മൂലം അല്ലെ. ഒബ്ജക്ട്സ് നമ്മ തൊട്ട് കഴിഞ്ഞാല് നമുക്ക് ഇൻഫെക്ഷൻ വരും അല്ലെ. ആ കഫ് വെള്ളത്തിൽ കൂടി വരാം. കഫ് എന്ന് പറഞ്ഞാല് എയറിൽ കൂടി അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് തുള്ളികളിൽ കൂടി അല്ലെ. നമ്മ ചുമയ്ക്കുമ്പോഴോ തുമ്മുകയോ ചെയ്യുമ്പോ അതിൽ നിന്ന് ധരിക്കുന്ന തുള്ളികളിൽ കൂടി നമുക്ക് വരാം. ഡ്രസ് ഓക്കെ ഒബ്ജക്ട്സ് ആണ് അല്ലെ അത്. ക്ലോത്ത്സ് ഓക്കെ. ഇനി നമ്മൾ ചെക്കപ്പ് ചെയ്യാൻ ചെല്ലുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലുള്ള സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻ ബാധയുണ്ടെങ്കിൽ നമുക്ക് വരില്ലേ കോണ്ടാക്റ്റിലൂടെ. അപ്പൊ നോക്കിയേ ഏതൊക്കെയാണ് ഇൻഫെക്ഷൻ ഈ ഹെൽത്ത് കെയർ ആരൊക്കെയാണ് ഇത് സ്പ്രെഡ് ചെയ്യിക്കുന്നത്. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫ് അല്ലെ, നമുക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്ന സ്റ്റാഫുകള് ഇത് സ്പ്രെഡ് ചെയ്യിക്കുന്നുണ്ട്, ഈ ഇൻഫെക്ഷൻസ് പരത്തുന്നുണ്ട്. ബിസൈഡ്സ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റുകൾ അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ബാധ ഉണ്ടായിട്ടുള്ള എക്യുപ്മെന്റുകളിലൂടെ ഉപകരണങ്ങളിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നു. ബെഡ് ലിനൻസ് അല്ലെ, ബെഡ് വിരിക്കുന്ന ബെഡ്ഷീറ്റുകൾ അതിൽ കൂടി വരാലോ. ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാൾ യൂസ് ചെയ്യുന്ന ലിനനാണെങ്കിലോ ബെഡ്ഷീറ്റ് ആണെങ്കിലോ നമുക്ക് വരാം അല്ലെ. ആ ബെഡ് ലിനൻസിൽ കൂടി ഓർ എയർ ഡ്രോപ്ലെറ്റ്സ് എന്നാണ് കേട്ടോ. AU അല്ല എയർ, AIR എയർ ഡ്രോപ്ലെറ്റ്സ് വായു കണികകളിൽ കൂടിയൊക്കെ എന്താണ് നമ്മൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ എന്താണ് എയറില് സ്പ്രെഡ് ചെയ്യുന്ന അണുക്കളിൽ നിന്ന് അല്ലെ, എയറിലേക്ക് ഉണ്ടാവുന്ന അണുക്കളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കാം. It can also originate from the outside environment. ഇതെവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്? എൻവിയോൺമെന്റിന് പുറത്താണ് അല്ലെ, പരിസ്ഥിതിക്ക് പുറത്താണ്. പിന്നെ എങ്ങനെയൊക്കെയാണ് another infected പേഷ്യൻസ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരു പേഷ്യന്റിൽ നിന്ന് നമുക്ക് വരാം അല്ലെ, കോണ്ടാക്റ്റിൽ കൂടെ ടച്ചിൽ കൂടെ അല്ലെ. ഇൻഫെക്ഷൻ another infected പേഷ്യൻസ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ് എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് വരാം. ഓർ ഇൻ സം കേസസ് ചില കേസുകളിൽ ദ സോഴ്സ് ഓഫ് ദ ഇൻഫെക്ഷൻ cannot be ascertained. നമുക്ക് ചില കേസുകൾ ചില സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻസ് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് തിട്ടപ്പെടുത്താന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൊരു മാരേജ് ഫംഗ്ഷന് പോവാണ്, അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. അത് കഴിഞ്ഞ് നമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധ ഉണ്ടാവും, പനിയോ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ആരിൽ നിന്നാണ് ലഭിച്ചതെന്ന്? പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചില കേസുകളില് നമുക്ക് എന്താണ് കൊറോണ വന്നപ്പ നിപ്പ വൈറസ് വന്നപ്പ റൂട്ട് മാപ്പ് ഒക്കെ തയ്യാറാക്കിയില്ലേ, അവരിൽ നിന്ന് സമ്പർക്കത്തിലുള്ള ആൾക്ക് കണ്ടുപിടിച്ച് ക്വാറന്റൈനിൽ എത്തിയില്ലേ, ഓർമ്മയുണ്ട് അതൊക്കെ? അപ്പൊ ചില കേസുകളില് ഇൻ സം കേസസ് ചില കേസുകളില് നമുക്ക് ഇൻഫെക്ഷൻസ് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. In certain cases, the microorganism emerges from the patient's own skin, becoming opportunistic after surgery. നമ്മുടെ ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞാല് അവസരവാദി. ചില സമയത്ത് ആഫ്റ്റർ സർജറി, അതായത് സർജറി ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ശരീരം വീക്ക് ആവൂലേ. ഒരാൾക്ക് സർജറി ഒക്കെ കഴിയുമ്പോൾ അയാളുടെ ശരീരം വീക്ക് ആവല്ലേ, ബോഡി വീക്ക് ആവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ശരീരം വീക്കായിരിക്കുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ തന്നെയുള്ള ആ പേഷ്യന്റിന്റെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞാല് അവസരവാദിയാകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇൻഫെക്ഷൻ വരുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ ശരീരത്തിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു അവസരം കിട്ടാണ്, നമ്മുടെ ശരീരം വീക്കായി കഴിഞ്ഞപ്പോ അവർക്ക് ഒരു അവസരം കിട്ടാണ് നമ്മുടെ ശരീരത്തില് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കാൻ. അപ്പൊ അങ്ങനെയും ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്.
Clear ആയോ? In certain cases, the microorganisms emerges from the patient's own skin, becoming opportunistic after surgery. എന്താണ്? ഒരു സർജറി കഴിഞ്ഞ് ആ പേഷ്യൻസിന്റെ ബോഡി വീക്കായി കഴിയുമ്പോൾ അവരുടെ സ്കിന്നിൽ തന്നെയുള്ള, അവരുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് അവർക്കൊരു അവസരം കിട്ടിയ പോലെ അല്ലെ ഉയർത്തെഴുന്നേറ്റ് എന്താണ് ആ പേഷ്യന്റിന്റെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ബാധയുണ്ടാക്കുന്നു. ഇപ്പൊ നമുക്കിത് പാട്ട് പാടാൻ കഴിയും, നമുക്ക് പാട്ട് പാടാൻ അറിയാം, നമ്മൾ അതും പറഞ്ഞ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കോ? നമുക്കൊരു അവസരം കിട്ടുമ്പോഴാണ് അല്ലെ അത് പുറത്തൊക്കെ കാണിക്കുന്നത്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അല്ലെ? അതേപോലെ എന്താണ് ഈ മൈക്രോ ഓർഗാനിസംസിന് ഒരു അവസരം കിട്ടുമ്പോ, അവർക്ക് തന്നെ ഒരു അവസരം കിട്ടുമ്പോ അവരെന്ത് ചെയ്യാണ്? അവര് ഓപ്പർച്യൂണിസ്റ്റിക് ആണ്, അവസരവാദിയായിട്ട് അയാളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. ക്ലിയർ ആയത്? ഓക്കെ. Nosocomial infection shows a tendency to lack proof that it was present when the patient got into the healthcare settings, thus meaning it was acquired post-admission. ചില സമയത്ത് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അയാളുടെ ശരീരത്തിൽ തന്നെ ചിലപ്പോ ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഇൻഫെക്ഷൻസ് കാണിക്കുന്നത്, അതിന്റെ സിംറ്റംസ്, അതിന്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ അത് പ്രൂഫ് ചെയ്യാൻ പറ്റുമോ? നമുക്കത് ലാക്ക് ഓഫ് പ്രൂഫ് ആയിരിക്കും അല്ലെ? തെളിവുണ്ടായില്ല. അയാൾ വന്നപ്പോ അയാളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ബാധ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മ അതിനെന്താ പറയുന്നത്? ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് അല്ലെ? വാസ് അക്വയേർഡ് പോസ്റ്റ് അഡ്മിഷൻ, അഡ്മിഷന് ശേഷം അവർക്ക് ലഭിച്ച ഇൻഫെക്ഷൻ ആണെന്ന് നമ്മ പറയുന്നു. ക്ലിയർ ആയോ? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ്. നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പ്രൂഫ് തെളിയിക്കാൻ പറ്റില്ല. എപ്പോഴാണ്? that it was present when the patients got into the healthcare settings. ആ പേഷ്യൻസ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഹോസ്പിറ്റലിലേക്കാവാം, ക്ലിനിക്കുകളിലേക്കാവാം വരുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ശരീരത്തിൽ ആ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. പക്ഷെ എന്താണ്? നമുക്കത് തെളിയിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമായിരിക്കും അയാൾ അതിനുള്ള സിംറ്റംസ് അല്ലെങ്കിൽ അതിനുള്ള അടയാളങ്ങൾ കാണിക്കുന്നത്. അപ്പോഴും നമ്മ എന്തെന്നെയാ പറയുന്നത്? പോസ്റ്റ് അഡ്മിഷൻ ആണ് അല്ലെ? അഡ്മിഷന് ശേഷമാണ് അയാളെ അവിടെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷമാണ് അയാൾക്ക് ഇൻഫെക്ഷൻ വന്നതെന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഇത് ഈ പാരഗ്രാഫ് ക്ലിയർ ആയോ? ഓക്കെ. Next, what are symptoms of nosocomial infections? Nosocomial infections ന്റെ symptoms, അടയാളങ്ങൾ എന്തൊക്കെയാണ്? For HAI, the infections must arise. എന്ന് വെച്ചാൽ ഒരാളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ട് എത്ര സമയം കഴിയുമ്പോഴാണ് അത് എറൈസ് ചെയ്യുന്നത്, ഉയർത്തെഴുന്നേൽക്കുന്നത് അല്ലെ? അതിന്റെ സിംറ്റംസ് കാണിക്കുന്നത് ഉണ്ടാകുന്നത് up to 40 hours after hospital admission. അഡ്മിഷൻ ആയതിനു ശേഷം ഒരു 48 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെ? 48 മണിക്കൂർ ആവുമ്പോഴേക്കും എന്ത് ചെയ്യും? ഇൻഫെക്ഷൻസ് അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും, അതായത് 2 ദിവസം. നെക്സ്റ്റ്, up to 3 days after discharge. എന്താണ്? നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്ന് 3 ദിവസം ആകുമ്പോഴേക്കും ഇൻഫെക്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വെൻ someone was admitted for reason except for the infection. നമുക്ക് ചിലപ്പോ ആ ഇൻഫെക്ഷൻ അല്ലാത്ത കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ ഒരു പേഷ്യൻസിന് കാലുവേദനയായിട്ട് എങ്ങനെ അഡ്മിറ്റ് ആക്കിയതായിരിക്കാം. കുറച്ചു ദിവസം കഴിയുമ്പോൾ ആൾക്ക് അതിന് എന്താണ് അഡ്മിറ്റ് ആക്കി 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ആകുമ്പോഴേക്കും അയാൾക്ക് എന്ത് കാണിക്കുക? പനി, ഫീവർ കാണിക്കുക, വോമിറ്റിങ് കാണിക്കുക, അങ്ങനെയുള്ള സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? അയാൾക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ വന്നെന്ന് പറയാം അല്ലെ?
എന്താണ് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന റീസൺ അല്ലാതെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് the most common type of HAIs are നമുക്ക് സാധാരണയായി കാണുന്ന പൊതുവായി കാണുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതാണ്, ഏതൊക്കെയായിരിക്കും ഒന്ന് പറഞ്ഞേ, കേട്ടിട്ടുണ്ടാവുമല്ലോ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. ഫീവർ, വൈറൽ ഫീവർ, അതൊക്കെ സിംറ്റംസ്. ഓക്കെ, വേറൊന്നുമില്ല. കഫ്, അതൊക്കെ സിംറ്റംസ് ആണ് കേട്ടോ. കോമൺ ടൈപ്സ്. ഓക്കെ. യൂറിനറി ട്രാക്ട്, യൂറിനറി ഇൻഫെക്ഷൻ അല്ലെ, ന്യൂമോണിയ. യൂറിനറി ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ടോയ്ലറ്റുകൾ ഒരാൾ മാത്രം യൂസ് ചെയ്യാണ്, നമ്മുടെ വീട്ടിലെ പോലെ. ത്രോട്ട് പെയിന് നമ്മൾ മാത്രം യൂസ് ചെയ്യുന്നതാണ്, ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ, പുറത്തുനിന്ന് വരുന്ന ആളുകൾ അല്ലെ, ഒരുപാട് ആള്. അപ്പൊ എന്താ വരാം, യൂറിനറി ഇൻഫെക്ഷൻസ് വരാം. പിന്നെ നോക്കാം, മിസ് പറയാം. The most common type of HAIs, hospital acquired infections ഏതൊക്കെയാണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, UTIs, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ചോദിക്കാട്ടെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് കേട്ടാ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന മറ്റു പേരുകളൊക്കെ ചോദിക്കാട്ടാ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ യൂറിനറി സിസ്റ്റത്തിന് അല്ലെ, എന്താണ് നമ്മുടെ കിഡ്നിക്ക്, ബ്ലാഡറിന് അല്ലെങ്കിൽ യുറേത്രയ്ക്ക് ഇൻഫെക്ഷൻസ് ഏൽക്കുന്നതാണ്. നമ്മുടെ യൂറിനറി സിസ്റ്റത്തിന് ഇൻഫെക്ഷൻസ് ഏൽക്കുന്നതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അപ്പൊ നമുക്ക് എന്തുണ്ടാകുന്നു? ബേണിംഗ് അല്ലെ, നമ്മ യൂറിനേഷൻ ചെയ്യുമ്പോ, നമ്മ യൂറിൻ പാസ് ചെയ്യുമ്പോ നമുക്ക് പൊള്ളല് അല്ലെ, പുകച്ചില്, പിന്നെന്താണ്, വയറിന് വേദനയൊക്കെ ഉണ്ടാവുന്നു അല്ലെ, അതൊക്കെ അതിന്റെ സിംറ്റംസ് ആണ് അല്ലെ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് ആണ് എന്താണ്, യൂറിനേഷൻ ചെയ്യുമ്പോ ബേണിംഗ് വരിക, ഡിഫിക്കൽട്ടീസ് വരിക, അതൊക്കെ. നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. ഇപ്പൊ എന്തെങ്കിലും സർജറി കഴിഞ്ഞ ഭാഗത്ത്, ഇപ്പൊ നമുക്ക് കാലിനായിരിക്കാം സർജറി കഴിയുന്നത്, അപ്പൊ അവിടെ കീറുന്നൊരു മുറിവുണ്ടാവുമല്ല, ഒരു വൂണ്ട് ഉണ്ടാവും. ഇൻഫെക്ഷൻ നമുക്ക് സർജറി ചെയ്യുമ്പോ അല്ലെ, ആ വൂണ്ടിൽ ഇൻഫെക്ഷൻ വരിക. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും, അവിടെ പഴുപ്പ് വരും അല്ലെ, അതല്ലെങ്കിൽ അവിടെ റെഡിഷ് കളറിൽ വീർത്ത് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. എന്താണ്? an infection that occurs in the area of the body where surgery was പെർഫോംഡ്. സർജറി എവിടെയാണോ കഴിഞ്ഞത്, ബോഡിയിൽ എവിടെയാണോ സർജറി കഴിഞ്ഞത് ആ ഭാഗത്ത് ഇൻഫെക്ഷൻസ് വരുന്നതിനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കേട്ടിട്ടുണ്ടോ? ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് നമ്മുടെ എവിടെയാണ്? സ്റ്റൊമക്കിന് അല്ലെ, അബ്ഡോമിനൊക്കെയാണ് ബാധിക്കുന്നത് അല്ലെ, അല്ലേ? Gastroenteritis, it is inflammation from, അതായത് ഇൻഫെക്ഷൻ അബ്ഡോമിൻ, സ്റ്റൊമക്ക് അല്ലെ, എന്താണ്? ഫ്രം ഇൻഫെക്ഷൻ ഫ്രം യുവർ സ്റ്റൊമക് ആൻഡ് ഇൻറ്റെസ്റ്റൈൻസ്. എന്താണ്? നമുക്ക് എന്തുണ്ടാവാം? വോമിറ്റിംഗ് ഉണ്ടാവാം അല്ലെ, നോസിയ ഉണ്ടാവാം, ഛർദിക്കാൻ വരില്ലേ, ഛർദിക്കും അല്ലെ, വോമിറ്റ് ചെയ്യും. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം വരിക, അങ്ങനെ ഛർദിക്കാൻ വരുന്നത്, ഛർദിച്ചോയില്ല പക്ഷെ ഇങ്ങനെ ഛർദിക്കാൻ വരുന്ന ടെൻഡൻസി വരുന്നത് നോസിയ. ഡയേറിയ ഒക്കെ എന്താണ്? ഗ്യാസ്ട്രോഎൻട്രൈറ്റിസിന്റെ സിംറ്റംസ് ആണ്. നെക്സ്റ്റ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രെയിനിന് ഇൻഫെക്ഷൻസ് വരുന്നതാണ് മെനിഞ്ചൈറ്റിസ്. നമ്മുടെ ബ്രെയിനിനെ അതല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ലെയർ ആണ് മെനിഞ്ചസ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ബ്രെയിനിനെ അതല്ലെങ്കിൽ
ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന, അതിനെ ആവരണം ചെയ്യുന്ന ഒരു ലെയർ ആണ് മെനിഞ്ചസ്. അപ്പൊ ഈ മെനിഞ്ചസിന് ഇൻഫെക്ഷൻസ് വരുന്നതാണ് മെനിഞ്ചൈറ്റിസ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് വരാം? ഹെഡ് ഏക്ക് വരാം അല്ലെ? സിംറ്റംസ് ആയിട്ട് ഹെഡ് ഏക്ക് വരാം. നെക്സ്റ്റ് ന്യൂമോണിയ. ന്യൂമോണിയ എവിടെയാണ് ഇൻഫെക്ഷൻസ് വരുന്നത്? ലങ്സിന് അല്ലെ? ലങ്സില് ഫ്ലൂയിഡ് നിറയുന്നത് അതല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ബാധ ഏൽക്കുന്നതാണ് ന്യൂമോണിയ. അപ്പൊ അതിനെന്തൊക്കെ അസുഖങ്ങൾ? ഫീവർ ഒക്കെ വരും അല്ലെ? നമുക്ക് കഫ്, ഫീവർ, സഫോക്കേഷൻ അല്ലെ? ശ്വാസം മുട്ടല്, സഫോക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAS? നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് ആൻഡ് ന്യൂമോണിയ. സഫോക്കേഷൻസ്, ശ്വാസം മുട്ട, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് വരില്ലേ? മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇനി അതിന്റെ സിംറ്റംസും കൂടി ഉണ്ട്, അപ്പൊ അതിൽ വരുന്നുണ്ട്. അപ്പൊ മിസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. HAS ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയോ? കോമൺ ആയി കാണുന്ന ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, ദ സിംറ്റംസ് ഫോർ ദീസ് ഇൻഫെക്ഷൻ മേ കൺസിസ്റ്റ് ഓഫ്. ഈ ഇൻഫെക്ഷൻസിനെ കാണിക്കുന്ന സിംറ്റംസ്, അടയാളങ്ങള് എന്തെല്ലാമാണ്? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. എന്താണ്? നമുക്ക് വൂണ്ട്, മുറിവ് പറ്റിയ ഭാഗത്ത് നിന്ന് ഡിസ്ചാർജ് വരിക, പഴുപ്പ് ചിലൊക്കെ വരില്ലേ? അതാണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. ബ്ലഡ് വരാ, പഴുപ്പ് വരാ, അപ്പൊ പസ് വരാ അല്ലെ? ചില പസ് വരാ, അതൊക്കെയാണ്. അപ്പൊ അത് ഏതിന്റെ സിംറ്റംസ് ആണ്? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട് എന്ന് പറഞ്ഞത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ? അല്ലെ? അതിന്റെ സിംറ്റംസ് അല്ലേ അത്? നെക്സ്റ്റ്, ഫീവർ, പനി വരാം. കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ചുമ വരാം. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, നമുക്ക് ശ്വാസം മുട്ടുന്നതിന്, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ പോലെ തോന്നുക. നെക്സ്റ്റ്, ബേണിംഗ്. അതെന്താണ്? ന്യൂമോണിയക്ക് വരാം അല്ലെ? നെക്സ്റ്റ്, ബേണിംഗ് വിത്ത് യൂറിനേഷൻ. ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. നമ്മ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പുകച്ചില്, അതല്ലെങ്കിൽ പുകച്ചില്, പൊള്ളുന്ന പോലെയൊക്കെ തോന്നും അല്ലെ? ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, വേദനകളൊക്കെ അനുഭവപ്പെടുന്നതാണ്. അതെന്തിന്റെ സിംറ്റംസ് ആണ്? യൂറിനറി ഇൻഫെക്ഷൻ അല്ലെ? UTISന് സിംറ്റംസ് ആണ്. ഹെഡ് ഏക്ക്, ഹെഡേക്ക് മെനിഞ്ചൈറ്റിസിന് അല്ലെ? പിന്നെ നോസിയ, വൊമിറ്റിംഗ്. നോസിയ, വൊമിറ്റിംഗ്, ഡയേറിയ. നോസിയ എന്ന് പറഞ്ഞാല് ഓക്കാനം, ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുക. വൊമിറ്റിംഗ്, ഛർദി. ഡയേറിയ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസിന് അല്ലെ? ക്ലിയർ ആയോ അതപ്പോ? Next, people who experience new symptoms in the course they may also experience pain and എന്താണ്? People who experience new symptoms in the course they may also experience pain and irritation at the infection site. Many will experience noticeable symptoms. എന്താണ്? പീപ്പിൾസ്, ആളുകൾക്ക് എന്ത് ചെയ്യാണ്? അവര് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന അസുഖത്തിന്, ആ കോഴ്സ്, ആ ട്രീറ്റ്മെന്റ് അല്ലാതെ അവർക്ക് എന്ത് കാണിക്കുക? ന്യൂ സിംറ്റംസ്, പുതിയ അടയാളങ്ങള്, ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട പുതിയ അടയാളങ്ങള് കാണിക്കുക. ഇനി എന്താണ്? may also experience pain and irritation at the infection site. എന്താണ്? ഇൻഫെക്ഷൻസ്, diarrhea means loose motion. They may also experience pain and irritation at the infection site. എന്താണ്? അവർക്ക് സർജറി നടന്ന ആ വൂണ്ടില് അവർക്ക് എന്തനുഭവപ്പെടുക?
പെയിനും ഇറിറ്റേഷനും അല്ലെ, ഒരു അസ്വസ്ഥതയ്ക്ക് അനുഭവപ്പെടുക. ചിലപ്പോ എന്താണ് അവർക്ക് ഇങ്ങനെ വലിച്ചില് പോലെ തോന്നാം അല്ലെ, അല്ലെങ്കിൽ കുത്തിക്കൊള്ളുന്ന പോലെ വരാം ഇല്ലേ. പഴുപ്പ് കൂടുമ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മുടെ ഏതെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് പഴുത്ത് കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെ വലിച്ചില് പോലെ ഇങ്ങനെ വീങ്ങുന്ന പോലെയൊക്കെ തോന്നും അല്ലെ ആ ഭാഗത്ത്. അങ്ങനെയുള്ള എന്തെങ്കിലും ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ പെയിൻ ഒക്കെ അനുഭവപ്പെടുക. മെനി വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ്. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് വരും? നോട്ടീസബിൾ ആയിട്ടുള്ള അല്ലെ, നമുക്ക് കാണാൻ പറ്റുന്ന അറിയാൻ പറ്റുന്ന തരത്തില് സിംറ്റംസ് കാണിക്കുക. പ്രകടമായ എന്താണ്? മെനി വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ് എന്താണ്? പ്രകടമായ ലക്ഷണങ്ങള് കാണിക്കുക. ക്ലിയർ ആയോ? എങ്ങനെയൊക്കെയാണ് നമുക്കിത് മനസ്സിലാകുന്നത്? ന്യൂ സിംറ്റംസ്, അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഒരു അസുഖത്തിന് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ കോഴ്സുമായി അതുമായി ബന്ധപ്പെട്ടതല്ലാതെ അവിടെ എന്ത് കാണിക്കുക? ന്യൂ സിംറ്റംസ്, പുതിയ അടയാളങ്ങള് കാണിക്കുക. രണ്ടാമത്തേത് സർജറി കഴിഞ്ഞ ഭാഗത്ത് അല്ലെ ആ വൂണ്ടിൽ അവർക്ക് എന്താണ്? പെയിനും ഇറിറ്റേഷനും ഒക്കെ അനുഭവപ്പെടുക. മൂന്നാമത്തേത് എന്താണ്? നോട്ടീസബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കുക. ഇത്രയും ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? മിസ് എടുത്ത ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഓക്കെ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിനെ പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ നോസോകോമിയലിൽ നിന്നുമാണ്. ഹോസ്പിറ്റലിൽ നിന്നും മാത്രമല്ല അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ മറ്റുള്ള ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ഇതെവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കാം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന് ലഭിക്കാം, നഴ്സിംഗ് ഹോമുകളിൽ നിന്ന് അല്ലെ, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്ന്. ഡയേറിയ മീൻസ് ലൂസ് മോഷൻ. ലൂസ് മോഷൻ. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ അല്ലെ, നഴ്സിംഗ് ഹോമുകളിൽ നിന്ന്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്ന്, ലബോറട്ടറീസിൽ നിന്ന് അല്ലെ, സ്കാനിങ് സെന്ററുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാം. പിന്നെ എന്താണ് ഇത്? എവിടെ നിന്നൊക്കെയാണ്? സ്റ്റാഫുകളിൽ നിന്ന് ലഭിക്കാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധയുള്ള ഒരു പേഷ്യന്റിൽ നിന്ന് ലഭിക്കാം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളിൽ നിന്ന് ലഭിക്കാം. അങ്ങനെ പല രീതിയിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് എന്താണ്? സർജറിക്ക് കഴിഞ്ഞ് ഒരാളുടെ ബോഡി വീക്ക് ആവുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ തന്നെയുള്ള പാത്തജൻ മൈക്രോ ഓർഗാനിസംസ് അല്ലെ എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക്, അതായത് അവസരവാദിയായിട്ട് അവര് തന്നെ അയാളുടെ ശരീരത്തിൽ എന്തുണ്ടാക്കുന്നു? ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. പിന്നെ മോസ്റ്റ് കോമൺ നമുക്ക് 48 മണിക്കൂറിനുള്ളിൽ തന്നെ അതിന്റെ ഇൻഫെക്ഷൻസ് കാണിക്കുന്നു. ഡിസ്ചാർജ് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ. കൂടാതെ എന്താണ്? ഒരാളെ അഡ്മിറ്റ് ആക്കി അയാളുടെ ആ അസുഖമല്ലാതെ ആൾക്ക് എന്ത് കാണിക്കുക? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ കാണിക്കുക. ഏതൊക്കെയാണ് കോമൺ ടൈപ്സ് ഓഫ് HAI? UTIs, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ. പിന്നെ സിംറ്റംസ് എന്താണ്? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, ഫീവർ, കഫ്, ഫീലിംഗ് സഫോക്കേഷൻ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, ഹെഡേക്ക്, നോസിയ, വൊമിറ്റിംഗ്, ഡയറിയ. ഇത്രയും ഭാഗമാണ് അല്ലെ. നെക്സ്റ്റ് ഇത്രയും ഭാഗമാണ് മിസ് എടുത്തത്. എല്ലാവർക്കും ക്ലിയർ ആണോ ഇന്നത്തെ ഭാഗം? അപ്പൊ ബാക്കി ഇനി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.